ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇന്ന് വിജയദശമിയാണ്. ഇന്നാണ് ഇന്നലത്തെ മഹാനവമിയിലത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മടി ഉടിച്ചു പോയി. അതുകൊണ്ട് ഞാൻ വിജയദശമീൻ്റെ അന്നാണ് എടുക്കുന്നത്. അപ്പോൾ അത് അവിടെയൊക്കെ കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ തന്നെ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും പോവുകയാണ് ബുക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ഞാൻ പോകുന്നത് മാത്രം കാണിക്കുന്നുള്ളൂ. പിന്നെ ഗായ്സ്, ഞാൻ കുളിച്ചിട്ടില്ല, കുളിക്കാൻ പോകണം. പിന്നെ ഇന്നലെ എടുക്കാത്തതുകൊണ്ടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ വിജയദശമീൻ്റെ അന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ കുളിക്കണം. 7:30 ആയിട്ടുണ്ട്. 8 മണിക്ക് നട അടക്കും. അതിന് മുന്നേ നമുക്ക് പുസ്തകം പോയിട്ട് വാങ്ങിയിട്ട് വരണം. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് കാണാം ഗായ്സ്. അങ്ങനെ ഞാനിതാ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മളെ കുപ്പായ ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഇട്ടിട്ടുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, പുസ്തകം എടുത്തിട്ട് വന്നിട്ടൊക്കെ കാണാം ഗൈസ്. അങ്ങനെ ഇതാ നമ്മൾ പുസ്തകമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ തന്നെ വായിച്ചിന് കേട്ടോ. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വായിച്ചത് സോഷ്യലാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പൂജാമുറിയിൽ ഇരുന്നിട്ട് കുറച്ച് നേരം വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാം. അങ്ങനെ ഗൈസ്, ഞാനിത് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പൂജാമുറി പോയിട്ട്, മുറിയല്ല, നമ്മൾ ഷോക്കേസിൽ പോയിട്ട് ഇത് എടുത്തിട്ട് നമ്മളെല്ലാ ബുക്കും 1 മണിക്കൂർ വീതം വായിക്കുന്നുണ്ട്. നമ്മൾ പേരൊക്കെ എഴുതിയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, മാറിപ്പോവാതിരിക്കാൻ. കുറേ നേരം ചിലവഴിച്ചു. ഭക്ഷണം കഴിക്കാനുണ്ട് എത്ര. ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇനി വായിക്കുന്നത് കേട്ടോ. ഗൈസ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മുടെ നല്ല പുട്ടും വെളുത്ത കടലക്കറിയും ഒരു കുഞ്ഞു പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കഴിക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞാനിതാ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വായിക്കലാണ് പരിപാടി. വായിക്കലാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പം ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പ്ലേറ്റ് ഒന്ന് ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പുസ്തക വായനയിലോട്ട് കടക്കാം. നമ്മൾ പൂജിക്കാൻ വെച്ച എല്ലാ പുസ്തകവും നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പൂജാമുറിയിൽ പോയിട്ട് വായിച്ചിട്ട് ഇരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അതിൻ്റെ വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ട് വരും. ചിലപ്പോൾ എന്നെ കാണാനുണ്ടാവില്ല, ഭയങ്കര ഇരുടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിതാ വായിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ഞാൻ വായിച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ ഉച്ചക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാ നമ്മൾ 12 മണി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് അവലാക്കുന്നുണ്ട്. അച്ഛമ്മ അവലാക്കിയിട്ടുണ്ട്. ഇത് എൻ്റെ വെപ്പ് നഖമാണ് കേട്ടോ. ഞാൻ അന്നേരിക്ക പേപ്പറിനെ കൊണ്ടാക്കിയിട്ടുള്ള നഖമാണ്. അപ്പോൾ അതാ 12 മണിയാകുമ്പോഴേക്ക് അവലാക്കി തന്നിട്ടുണ്ട്. ഇതിൽ പൊരി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് നോക്കാം.
ഗായ്സ്, ഞാൻ ചോറേക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മീനുണ്ട്, കടലക്കറി ഉണ്ട്. മീൻ ഇന്ന് കൂട്ടുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം അതാ ഞാൻ ചോറ് വെച്ചിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഗായ്സ്, ഞാനിതാ ചോറ് വെച്ചിട്ട് അങ്ങനെ തന്നെ പോയി കിടന്നുറങ്ങിയതാണ്. പിന്നെ ഞാൻ എണീക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ, 6:15. പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് എൻ്റെ വീടൊക്കെ വാഷ് ചെയ്തു, കുളിച്ച് മേല് മാത്രം കുളിച്ചു. പിന്നെ ഇന്നലത്തെ തുണി അലക്കണ്ടായിരുന്നു, അതിന് ഞാൻ ഇളക്കി. അപ്പം അച്ഛ നിങ്ങൾ കടന്ന് കേൾക്കുന്നുണ്ടാവും, ഞാൻ ഇത് വെച്ചിട്ടുണ്ട്, എന്തോ നമ്മുടെ ഇതില്ലേ രാമായണം വായിക്കുന്ന പോലത്തെ സാധനം, അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ കണ്ട ആ പാട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്, നമ്മളെ ടി വിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഗായ്സ്, അച്ചാച്ചൻ വരുമ്പോൾ അതാ കണ്ടോ പരിപ്പുവട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പരിപ്പുവട കഴിക്കാം. അങ്ങനെ ഞാനിതാ നമ്മുടെ പരിപ്പ് വട നീണ്ട നിമിഷങ്ങൾ കൊണ്ട് ഞാൻ തിന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നലത്തെ വ്ളോഗ് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. മാത്രമല്ല ഇന്നലെ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ മഹാനവമി മാറിയിട്ട് കല്യാണ വ്ളോഗായി പോവും. അതുകൊണ്ടും ആണ് ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാതിരുന്നത്. ഇപ്പോൾ സമയം 6:30 ആവാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ വീണ്ടും വരാം. എന്തെങ്കിലും വിശേഷ ദിനമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ, സീ യു ഗൈസ്. ഞാനൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. 4-ാം തീയതി, ഒക്ടോബർ 4-ാം തീയതി എൻ്റെ മലയാളം മാസ പിറന്നാളാണ്. അതിൻ്റെ വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ, മഹാനവമി. പിന്നെ ഇന്ന് വീഡിയോ എടുത്തത് ഇന്ന് പൂജ വെപ്പല്ലേ, പൂജ വെപ്പ് കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇതിലേക്കൂടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇന്ന് ഗാന്ധി ജയന്തിയാണ്, ഗാന്ധിജി ജനിച്ച ദിവസവുമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം. 76 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വെറും 4 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 80 സബ്സ്ക്രൈബേഴ്സ് ആക്കാം. 80-നും ഒരു 10 കൂട്ടിയാൽ നമുക്ക് 90 ആക്കാം. 90-ന് ഒരു 10 കൂട്ടിയാൽ 100 ആക്കാം. അങ്ങനെ നിങ്ങൾ എന്നെ 100 സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ നീട്ടി സംസാരിച്ച് കുളമൊന്നും ആക്കുന്നില്ല. അപ്പോൾ ചാ